അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ് നോക്കൂ ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ കേരള കണ്ണൂർ അങ്ങാടിക്കടവ് ഇബിളിജറ്റ് ഹോം. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് 30 സംതിങ്. ഗൈസ് നോക്കൂ ഞാൻ ഞാൻ അവതാരകൻ ലിബിൻ, ഇത് അവതാരകൻ ലിബിൻ. ഗൈസ് നോക്കൂ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ് നോക്കൂ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവാണ്. ഗൈസ് നോക്കൂ അതായത് അവിടെ കുറച്ച് കപ്പലാന്തയും അതായത് കുറച്ച് അവിടെ പിന്നെ കശുവാങ്ങത്തയ്യും പിന്നെ അതുപോലെ തന്നെ ഹായ് ഇതെപ്പോഴാ വന്ന് എപ്പം വന്നു ഗൈസ് നോക്കൂ മമ്മി ഇരുട്ടിക്ക് പോയതാ കേട്ടോ. ഗൈസ് നോക്കൂ മമ്മി ഇരുട്ടിക്ക് പോയതാ. ഒരു പണയം വെച്ച കമ്മൽ എടുക്കാൻ വേണ്ടി പോയതാണ്. കമ്മൽ കിട്ടിയോ? എടുത്തോ? എന്ത് നമ്മളെ കമ്മൽ? ഗൈസ് നോക്കൂ മമ്മി ഇരുട്ടിക്ക് പോയതാണ്. ഇത് കൊച്ചിനാ എന്നാ അമ്മേ? പഴമാണോ? ഗൈസ് നോക്കൂ എത്ര മാസം മുമ്പ് വെച്ചാ? ഞാൻ മാർച്ചിൽ വെച്ച ഒരു കമ്മൽ എടുക്കാൻ വേണ്ടി പോയതാണ്. ആ കമ്മൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്ത് ഇതെന്നാ എല്ലും 10 രൂപ. ഇതിന്റെ മൂല്യം അറിയത്തില്ല. അതിനമ്മ ശ്വാസമൊക്കെ അമ്മനെ എടുത്താ വലിക്കുന്നത്. എൻ്റെ അമ്മ ഈ കാണുന്നൊരു കമ്മൽ എടുക്കാൻ വേണ്ടി മമ്മി പോയതാട്ടോ. മമ്മിക്ക് കമ്മൽ കിട്ടി. കമ്മൽ മാറ്റി വന്നത് അത് തന്നെ. വിക്രസ് വന്നു. വിക്രസ് എന്നാ ഗൈസ് നോക്കൂ. അടിപൊളി. വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തറിയാം കേട്ടോ. നമുക്ക് പോവാല്ലേ പിന്നെ? ഇല്ല നമ്മുടെ പരിപാടി പാടും. മമ്മി ഞാൻ പോവാണേ, അപ്പുറത്തോട്ട് പോവാ. അമ്മേ ഞങ്ങൾ അപ്പുറത്തോട്ട് പോവാ. കൊച്ചിന്റെ പോട്ടെ നോക്കൂ ചിരിക്കാൻ തുടങ്ങി, ടാറ്റ തരാനൊക്കെ തുടങ്ങി കേട്ടോ. ഗൈസ് നോക്കൂ ഇന്നത്തെ നമ്മുടെ പരിപാടി അവിടെ കുറച്ച് കപ്പലാന്തയും പിന്നെ അതുപോലെ കവുങ്ങ് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കാരണം അവിടുത്തെ എല്ലാം പോയായിരുന്നു. അപ്പം അവിടെ അപ്പനൊക്കെ അവിടെയാണ്. അപ്പൊ രാവിലെ എണീറ്റ് പോയതാണ് ഗൈസ്. അമ്മ വത്തക്കയായില്ലേ അമ്മ നമ്മുടെ വീട്ടില്? ഗൈസ് ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ വത്തക്കയായിട്ടോ. അതായത് നല്ല കിടിലം വത്ത മീൻസ് തണ്ണിമത്തൻ, വാട്ടർ മിലൻ. ഗൈസ് നോക്കി ഇതുണ്ടോ ഈ കാണുന്ന ഫ്രണ്ടില് ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പുതിയ തണ്ണിമത്തൻ. ഗൈസ് ഇവിടെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഗൈസ് നോക്കി ഇതുണ്ടോ ഇവിടെ ഒരു ചെറിയ പീസ് ഉണ്ട്. മൊത്തം 3 എണ്ണം ഉണ്ടല്ലേ അമ്മ? എന്ത്? ഇതിന്റെ അകത്താ? ഗൈസ് ഫ്രണ്ട് ഇവർ ഒരു കാട് പോലെ ആക്കി എടുത്തു കേട്ടോ. അതായത് അത്യാവശ്യം എല്ലാ സാധനവും എന്നാ അമ്മ 12 മാസം ചക്ക കായ്ക്കുന്ന 6 മാസത്തിൽ കായ്ക്കൂന്ന് പറഞ്ഞ് ഇപ്പൊ എത്ര മാസമായി? 1000 രൂപ 6 മാസം കൊണ്ട് കായ്ക്കും. 12 മാസം ചക്കയാന്നാ അമ്മ മേടിച്ചേട്ടോ. ഇത് അമ്മേനെ പറ്റിച്ചാണ് 200 രൂപയുടെ ചെടി കൊണ്ടിട്ട് ഇവിടെ 1500 രൂപയ്ക്ക് അമ്മേനെ പറ്റിച്ചു. 200 ആരെങ്ങാണ്ട് പറ്റിച്ചു. മാങ്ങ കഴിച്ചു കഴിഞ്ഞാലും മേടിച്ചതാ. ആണോ? ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് പോയി മേടിച്ചാണ്. 500 രൂപയുടെ ആ പ്ലാവും തൈയാണ് ഈ കാണുന്ന പ്ലാവും തൈ. ഇന്നലെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടോ. എന്നാടാ ഇതിന്റെ അകത്ത് ചക്കയുള്ളതിന് 1500 രൂപ ഉള്ളൂ. ചക്കയുള്ളതിന് 1500. അത് വലിയ വൃക്ഷമാണ്. എന്നാ ഇതെന്നാ മമ്മിയുടെ സാധനങ്ങളെല്ലാം മമ്മി ഇന്ന് വിളിച്ച് കാണിക്കും കേട്ടോ. ഇത് ഞങ്ങൾ മേടിച്ചോണ്ട് വന്ന കരിയാപ്പും കാര്യങ്ങളൊക്കെ. ഗൈസ് നോക്കൂ കൊടംപുളി. ഇത് കണ്ടോ ഇവിടെ ആയിരുന്നു നമ്മുടെ ബെൻസ് കിടന്ന കേട്ടോ. ഈ കാണുന്ന ഇവിടെ ഈ കാണുന്ന 4 പാട് കണ്ടോ. ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയാ ഇങ്ങനെ അഴുകിപ്പോയ പോലെ. ഈ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിന്റെ വണ്ടി ഇട്ടതിൻ്റെ ആയിരുന്നു. ഞാൻ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല, അത് വളരെ പുഷ്പം പോലെ വണ്ടി സ്റ്റാർട്ട് ആയില്ലടാ. ഒരു കുഴപ്പമില്ല സാധനം സ്റ്റാർട്ടായി. സഫാരിയും ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ആകെ 2 പ്രാവശ്യം എണ്ണ തീർന്നിട്ട് ഞങ്ങളുടെ ഇന്ന് ഓഫായി പോയതല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും സഫാരിക്കില്ല. പുലിക്കുട്ടിയാണ്. പിന്നെ അതിൻ്റെ ഒരു 100 കിലോമീറ്റർ മേളിലൊക്കെ ഇറങ്ങുന്നത് ചെറിയ വിറവലുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കി കാണിക്കണം. ബനാന ഗൈസ് നോക്ക് അതാ മൊത്തത്തോടെ തിന്നുന്നു. അത് അതിലും വലിയ കേസായിട്ടാട്ടോ. അപ്പൊ ഈ കാണുന്ന ഇതെന്നെ സംബന്ധിച്ച് ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ ഉണ്ടല്ലോ ഈ കാണുന്ന പുല്ലൊക്കെ അപ്പം വെട്ടിക്കളഞ്ഞു. കാരണം ഇവിടെ പാമ്പ് 2 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് കിളികളെയൊക്കെ 2-3 കിളികളൊക്കെ പാമ്പ് തിന്നു. അപ്പൻ ഇവിടെയൊക്കെ ലെവലാക്കി. പിന്നെ കഴിഞ്ഞ ദിവസം ബസ്സിൻ്റെ അങ്ങോട്ടൊരു പാമ്പ് വന്നുകൊണ്ട്
പിന്നെ ഒരു പ്രാവശ്യം വീടിൻ്റെ ഉള്ളിൽ പാമ്പ് കയറി. അതുകൊണ്ട് പുല്ലൊക്കെ കുറച്ച് കേട്ടോ. ഒരു കൈസ് നോക്കും. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പഴയ ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. എല്ലാം അപ്പം തല കണ്ടിച്ചും അവിടെയൊക്കെ കണ്ടിച്ച് വെട്ടി വീഴ്ത്തി എല്ലാം തീർത്തു കേട്ടോ. ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു. ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായ ചെടികൾ എന്ത് ചെയ്യേ എല്ലാം അപ്പം വെട്ടി തീർത്തു. ഇതെന്നാ കൈസ് നോക്കൂ. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഈ സാധനമൊക്കെ അപ്പം വെട്ടിക്കളഞ്ഞു കേട്ടോ. നല്ല പന പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ചുറ്റിനും ഒരു മഞ്ഞ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടി. പിന്നെ ഇവിടെ ഇപ്പം പയറൊക്കെ ആട്ടോ. ഇത് പയറാ. എന്ത് ഇത് ചട്ടിക്കകത്ത് വളരുന്ന കുരുമുളകാ? കൈസ് നോക്കൂ. ലിപിക്ക് കുറവുണ്ട്, എന്നാലും ചുമ അത്ര കുറവില്ല. ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. കൈസ് ഇപ്പം വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പൊക്കെ പിടിച്ച് നല്ല രസമാട്ടോ. ആയില്ലേ? കൈസ് നോക്കൂ. ഇതേ വരുന്നു. ഇതേ കൃഷിഭൂമിയിലേക്ക് ഒരാൾ വരുന്നു. നോക്കിയേ, ഇത് നോക്കിയേ, ഒരു ലെക്കും ലെവലും ഇല്ലാതെ നടന്നു വരും. അതെ ഇതേ വരുന്നു. എന്റെ പൊന്നെ, ഇത് നോക്കിയേ ആ സന്തോഷം നോക്കിയേ. എല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞു കേട്ടോ ആശാന്. അതാണ് ആശാന്റെ ലക്ഷ്യം. ആളൊറ്റയ്ക്ക് നടന്നിറങ്ങി വരും കേട്ടോ. ആളിപ്പോ ആളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആളെ പിടിക്കുന്ന ഒന്ന് പാക്ക്. ആളിപ്പോ ആളുടെ ഇഷ്ടത്തിനുള്ള പരിപാടികളാ. ഗുസ്തിയാ നോക്കിയേ. എന്റെ പൊന്നെ, എന്നാ മൈക്കിളി കാണിക്കുന്ന മൈക്കിളെ. ഗൈസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് വിട്ടുപോയി. വീടിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല പച്ചപ്പായി നല്ല രസമായിട്ടോ. അതായത് ഇത് പാഷൻ ഫ്രൂട്ടാണ്. പിന്നെ എന്നാ ഗൈസ് ഇങ്ങോട്ട് വരും കേട്ടോ. നടന്ന് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതേ വരുന്നു. ഇവിടെ ഒരു ഇത് കുഴൽക്കിണറിൻ്റെ ഒരു ഇതാട്ടോ. അതെന്തേലും ഒന്ന് ചെയ്യണം. അത് മൂടണം. കാരണം ഇവനിപ്പോൾ നടക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇതുണ്ട്. ഇത് കുഴൽക്കിണറിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോഴും ഇങ്ങനെ ഒരു ഇതായിട്ട് ഇവിടെ നിൽക്കട്ടെ. ഒരു ചെറിയ നെറ്റ് പോലെ ഇട്ട് അത് ശരിയാക്കി എടുക്കണം. ഞങ്ങൾ കുറച്ച് പരിപാടികൾ ചെയ്ത് ചേർക്കാനുണ്ട്. വേറെ ഒന്നും ഈ പ്രാവശ്യം വന്നിട്ട് വീടിന് ചെയ്യുന്നില്ല. വീണ്ടും സോളാർ വെക്കാൻ പ്ലാനിങ് ഉണ്ട് കേട്ടോ. സോളാർ ചെയ്യണം. 5 കിലോ വാട്ടെങ്കിലും സോളാർ ചെയ്താലേ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ഏതാണ്ട് 11,000 ഏറ്റവും കുറഞ്ഞ ബില്ല്. 17,000 അങ്ങനെയൊക്കെ വരും ബില്ലുകൾ. അപ്പോൾ അതുകൊണ്ട് സോളാർ വെച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടമാണ്. കാരണം 2 വർഷം കൊണ്ട് ആ സോളാറിൻ്റെ കാര്യങ്ങൾ തീർന്നു പോകും. അപ്പോൾ അതെന്തായാലും ചെയ്യണം. പിന്നെ അതുപോലെ വോൾട്ടേജിന് നല്ല പ്രശ്നമുണ്ട്. എല്ലാ സാധനങ്ങളും അടിച്ചടിച്ചൊക്കെ പോവുകയാണ്. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പോലെ ഞങ്ങളുടെ ഇൻവെർട്ടറിൻ്റെ UPS ഈ വർഷവും പോയി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഥാകുത എല്ലാ വർഷവും പോകുന്നതാണ്. പിന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി 2 ബാറ്ററി ഉണ്ടായിരുന്നു. ആ 2 ബാറ്ററി എടുത്ത് ഇൻവെർട്ടറിന് വെക്കാൻ പറഞ്ഞു. അപ്പോൾ മൊത്തം 4 ബാറ്ററി. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ വരാനകത്ത് കുറേ വ്യത്യാസങ്ങൾ തോന്നില്ലേ? ഇവിടുത്തെയൊക്കെ ഉള്ളിലെ ചെടികൾ പിന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ചെടികളൊക്കെ അപ്പൻ മാറ്റിച്ചു. ശരിയായോടാ ലിബിനെ? നിനക്ക് കപമൊക്കെ വ്യത്യാസമുണ്ടോ? ആപ്പിളല്ല, ഓറഞ്ച്. പനി പോകും. ആണോ? ഗൈസ് നോക്ക്, ലിബിക്ക് അത്യാവശ്യം റിലാക്സേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. ഇപ്പം ചെയ്യുന്നില്ല. നമ്മുടെ ഇപ്പം ചെയ്യുന്നില്ല. നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? ഗൈസ് നോക്കൂ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു മെയിൻ വയർ ഇതേപോലെ കൊടുത്തിട്ട് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വയറിംഗ് ഒക്കെ കത്തിപ്പോയിട്ടോ. ഗൈസ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റിപ്പോയി. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ടയറൊക്കെ ഉണ്ട്, അതൊക്കെ ഇറക്കി വൃത്തിയാക്കണം. വണ്ടിയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. വൃത്തിയാക്കി ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ബസ്സിനുണ്ട്. പിന്നെ വേറെ സംഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വന്നിട്ട് കാണിക്കാം. എന്തായാലും ഞാൻ കിളീന്ദ്ര വീട്ടിലേക്ക് പോവാണ്. മൈക്കിൾ ടാറ്റ. മൈക്കിളെ ടാറ്റ. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ മേഴ്സിക്കാട്ടോ പോകുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ സഫാരിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മേഴ്സി ആകുമ്പം എടുത്തില്ല പണിയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവരെയൊക്കെ ഒന്ന് ഓടിക്കണം. ഈ 2 ഹെഡ് ലാമ്പ് മാറ്റണം, അല്ലെങ്കിൽ ഇത് വൃത്തിയാക്കി എടുക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പിന്നെ ഇവനെ ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് മാറ്റണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ബ്ലാക്ക് അടിക്കണം. ലിബി ഗേറ്റ് തുറക്കും കേട്ടോ. ടാറ്റ. ഗൈസ് ഇന്നലെ സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടിയാണ്. ഇന്നലെ ഞാൻ കുറച്ച് ഓടിച്ചതാണ്. ഇപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല. ഇതിൻ്റെ എല്ലാം ബാറ്ററി കൊണ്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ബാറ്ററി കൊണ്ട് കൊടുക്കണം. ഒരു ഇലക്ട്രീഷ്യനെ അപ്പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ വണ്ടിയുടെ ഇലക്ട്രിക്കൽ പരിപാടികളുണ്ട്, അതൊന്ന് ശരിയാക്കണം. നെഹി സ്റ്റാർട്ടാക്കുക ഗൈസ്. ഇന്നലെ ഞാൻ ബാറ്ററി കുത്തി സ്റ്റാർട്ട് ചെയ്തതാണ്. സഫാരിക്ക് തന്നെ പോകാം കേട്ടോ. അതായിരിക്കും നല്ല തീരുമാനം തോന്നുന്നു. സഫാരി കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് ഫുൾ ചെളിയെന്ന് വെച്ചാൽ ഫുൾ ചെളിയാട്ടോ. നല്ല രീതിയിൽ ചെളിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെളിയായി ഗൈസ്. അതേപോലെ തന്നെ വീടിൻ്റെ ഇത് കണ്ടോ,
ഇവിടെയൊക്കെ അത്യാവശ്യം കപ്പളം, കപ്പ, ഈ കാണുന്ന സാധനങ്ങളൊക്കെ അപ്പനും അമ്മയും കൂടെ നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ മൈക്കിൾ താക്കോലും എന്നാ അടുത്ത താക്കോലും നിനക്കുള്ള താക്കോലിതാ. ഈ താക്കോൽ ഇങ്ങനെ തോപ്പിക്കേ. ആയ് താങ്ക് യു, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഗൈസ് നോക്കൂ, അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ, കൊണ്ടാകത്തോണ്ടാണ്. ഗൈസ് ഒരു സത്യമുണ്ട്, ഈ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇതുവരെ പേരൊക്കെ മാറി, പക്ഷെ പേപ്പറായിട്ട് ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല കേട്ടോ. പേപ്പറൊക്കെ മാറി, പക്ഷെ ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒരു പക്ഷെ ഇതിൻ്റെ ഒരു സാധനം ഇതുവരെ കൈ കിട്ടില്ല. എത്ര മാസം ഈ വണ്ടി മേടിച്ചിട്ട്. ഗൈസ് ഫൈനലി സഫാരി ഹായ്. ഗൈസ് ഇവൻ അടിപൊളി കേട്ടോ, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നിൽക്കുന്ന നോക്കിയേ, വളരെ വിഷമത്തോടുകൂടി നിൽക്കുന്ന നോക്കിയേ. അതെ പരിപാടി വാളി. അങ്ങനെ 1.25 മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കുകയാണ്. ഗൈസ് നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ നേരത്തെ. പ്രത്യേകിച്ച് ഇപ്പം മഴയുള്ള സമയമാണ്, നല്ല മഴ എന്ന് വെച്ചാൽ കിടിലം മഴയാണ്. മഴയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഒരു ദിവസത്തെ ഒരു പരിപാടി. മഴയത്ത് പണ്ടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഓമിനുള്ള സമയത്തൊക്കെ മഴയത്തൊക്കെ ഞങ്ങൾ പൈതൽ മല, ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകും. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ കൂർഗിലോ വയനാട്ടിലോ എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പനി ലിപിക്ക് വന്നത് വലിയൊരു അടിയായിപ്പോയി. കാരണം ഞങ്ങളുടെ പ്ലാനുകളെല്ലാം പാളിപ്പോയി. കാരണം ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ടായിരുന്നു, കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല വിസയ്ക്ക് കൊടുക്കാൻ നേരത്തെ ഡൽഹിയിലൊക്കെ ചിലപ്പോൾ ഇനി പോകേണ്ടി വരും. കാരണം ബയോമെട്രിക് അതുപോലത്തെ പരിപാടിക്ക് അതൊക്കെ പാളി. കാരണം ലിപിക്ക് പനി വന്നുകൊണ്ട് ലിപിയുടെ പനി മാറാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പനിയല്ല, കഫക്കെട്ടല്ലടാ, നെഞ്ചി കബ ഇറങ്ങിപ്പോയി, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് പിന്നെ ബ്ലഡിന്റെ കൗണ്ട് കൂടിപ്പോയി. അങ്ങനെയൊക്കെയാണ്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങാടിക്കടവ് മെയിൻ റോഡിലെത്തി. ഞങ്ങളിപ്പോൾ ചരൽ റോഡിലാണ് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് അങ്ങാടിക്കടവ് ഇരിട്ടി റൂട്ടാണ്. അപ്പം ആ ഒരു വശത്തോട്ട് പോകണം. ഞങ്ങളുടെ ഒരു പ്രത്യേകത ഈ ഒരു ഏരിയയുടെ മെയിൻ ഒരു പ്രത്യേകത, ഒറ്റ മോശം റോഡില്ല കേട്ടോ, എല്ലാം നല്ല റോഡുകളാണ്. ഉള്ളേരിയയിലൊക്കെ ചെറിയ ചെറിയ കട്ടർ കിട്ടില്ല റോഡാണ് ഞങ്ങളുടെ ഒരു ഭാഗത്തല്ലേ. പിന്നെ ഗൈസ് നോക്കി എല്ലാ ഭാഗത്തും നല്ല മെക്കാഡൻ റോഡുകളാണ് കേട്ടോ. അത് നമ്മുടെ വീടിന്റെ അവിടെ ഇച്ചിരി ഇറങ്ങി കഴിഞ്ഞാൽ കിടിലൻ റോഡുകൾ കിട്ടിത്തോ. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. നമ്മുടെ പഴയ വീടിന്റെ ഫ്രണ്ടിൽ എന്തോ ഓരോ വീഡിയോകൾ ഈ കാണുന്ന സ്റ്റെപ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും എടുത്ത് നമ്മൾ കൊറോണ സമയത്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ. അന്ന് പുറത്തു പോലും ഇറങ്ങത്തില്ലോ, അന്ന് വീട്ടിൽ നിന്ന് വരും, ഇവിടെ ഇറങ്ങും, ഇവിടെ നിന്നൊക്കെയാണ് പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലേ പിന്നെ യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞു അല്ലേ. ഗൈസ് നോക്കൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. പള്ളിയാണ് ഈ കാണുന്നത്. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു മാതാവിനെ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല, അപ്പനോടൊന്ന് ചോദിച്ചു നോക്കണം. അതായത് ഇത്ര നാളും ഇതില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് എന്നും കാണുന്ന പള്ളിയാണല്ലോ, പക്ഷേ എന്നും ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മാതാവ് വന്നിട്ടുണ്ട്. വലിയ മാസം ആയില്ല, 1.5 മാസമല്ലേ ആയുള്ളൂ. 45 ദിവസം അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. കാരണം 45 ദിവസം മുമ്പേ ആണല്ലോ നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട്. അവിടെ നേരെ അങ്ങാടിക്കട വരും, ഈ വഴി എങ്ങനെ കയറും, അവിടെ വണ്ടി ഇടും, അവിടെ പ്രാർത്ഥിക്കുന്നു, നേരെ പോകുന്നു. ആ വണ്ടി നമ്മളങ്ങനെ അടുത്ത ലക്ഷ്യമാണ് അമേരിക്ക. പോയ വണ്ടി എവിടെയാ? നേപ്പാള് കഴിഞ്ഞു, ചൈന കഴിഞ്ഞ് കസാക്കിസ്ഥാൻ, ഇപ്പൊ അടുത്ത റഷ്യ, അങ്ങനെ അങ്ങനെ പോകും. ഗൈസ് നോക്കൂ, യാത്രയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ദിവസം മൊത്തത്തിൽ പറയാം കേട്ടോ. അടുത്ത യാത്ര എങ്ങനെയാണ്, എന്തൊക്കെയാണ് പരിപാടി, ഏതൊക്കെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെയുള്ള പറഞ്ഞുതരാം. ലീവ് പറഞ്ഞാൽ ശരി കേട്ടോ. ഈ കാണുന്ന ഈ ഇന്ത്യൻ റോഡിൽ കൂടെ, ഈ കേരള റോഡിൽ കൂടെ ഓടിയ വണ്ടി ഇപ്പോൾ എവിടെ എത്തി അല്ലേ ഗൈസ്? സത്യം കേട്ടോ. ഓ ഗൈസ്, എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമുക്ക് അതൊന്നും തോന്നത്തില്ല കേട്ടോ. നമ്മൾ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങിയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. എല്ലാ സമയത്തും നമുക്കില്ല ഫീലിംഗ് കിട്ടത്തില്ല. ഇപ്പം കറക്റ്റ് കിട്ടും. രാത്രിക്ക് അടിച്ചു വിട്ട് കയറ്റിയത് വണ്ടി അല്ലേ ഗൈസ്? നോക്കും, പറന്ന് അവിടെ നിന്ന് പോയ കേട്ടോ. പറന്ന് കർണാടക കയറി പടപടേന്ന് പറഞ്ഞ് നേപ്പാളിൽ നമ്മൾ കുറച്ച് സ്റ്റക്കായി. നമ്മുടെ വഴിയൊക്കെ ഉണ്ടല്ലോ വൃത്തിയാക്കിയിട്ട് നേരത്തെ തന്നെ. അപ്പം ഞങ്ങളുടെ മെഷീനുണ്ട്, ആ മെഷീനും കൊണ്ടാണ് എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ പൈപ്പ് ഇതേ പോകുന്നുണ്ട് കേട്ടോ. അന്ന് ആ ചെയ്ത പൈപ്പൊന്നും വെള്ളം കിട്ടിയില്ല. ഇപ്പം ഞാൻ തിരിക്കാൻ നേരത്തെ അറിയാലോ ഐസ്. നല്ല കിട്ടില്ല മീൻ പുറത്ത് തന്നെ വേണം. ഇവിടുന്ന് മത്തിക്കൊന്നും ഇപ്പോൾ രുചിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം 1.5 കിലോ മത്തി മേടിച്ചു. ഒരു എയിമില്ലല്ലേ ഇതിനെ, മുട്ടകൾ നെയ്മത്തി കിട്ടണം, അതാണ് കിട്ടില്ല. അടുത്ത ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹാർബറുണ്ട്, അവിടെ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻ മേടിക്കാൻ, അതായത് ഞങ്ങൾക്ക് മീൻ മേടിച്ചിട്ട് അതിനോ നമുക്ക് അച്ചാറിടണ്ടേ. നമുക്ക് കൊണ്ട് അച്ചാറിടാൻ വേണ്ടി, അതായത് നമ്മൾ അടുത്ത യാത്രയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചോറും കറി വെക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അച്ചാർ ഇട്ട് ചോറ് തിന്നല്ല. അപ്പം കുറച്ച് അച്ചാർ, കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം, കുറച്ച് ഇടിയിറച്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാണ്ട്. അപ്പോൾ അതെല്ലാം
നമുക്ക് എന്ത് ചെയ്യണം, അതായത് അടുത്ത ദിവസം റെഡി ആയിക്കൊണ്ട് പോകണം. എങ്കിലേ നമ്മുടെ അടുത്ത യാത്രയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചു പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ പ്രാവശ്യത്തെ പോലെ കുറച്ചൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നു. കാരണം എല്ലാ ദിവസമൊന്നും KFC മക്ഡൊണാൾഡ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ വെറുക്കും. പിന്നെ അവിടുത്തെ ഫുഡായാലും നമ്മുടെ ഈ എരിവും പുളിയുള്ള ഭക്ഷണം കഴിച്ച് നമുക്ക് മറ്റു ഭക്ഷണത്തിനോട് എൻ്റെ കൂടുതൽ നാളെന്തി ഉള്ള പണി കുറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ പടി മൊത്തം കയറട്ടെ, എൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഫൈനലി ഞങ്ങളുടെ വീട്ടിലെത്തി. ഓ ഗായ്സ്, ഹായ്. ഇവിടെയൊക്കെ ഫുള്ള് കരികിലൊക്കെ കത്തിരും പരിപാടികളൊക്കെ കേട്ടോ. ഓ, വീടിപ്പം വേറെ ലുക്കായില്ലേ, വേറെ ലെവലായിട്ടോ. ഹായ് ഗൈസ്, ഫുള്ള് തെളിച്ചു പോയി. ഇതേ ഇവിടെ എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക മണം കിട്ടുവേ. ആ മണം എന്നാന്ന് വെച്ചാൽ ഈ കാണുന്ന ഫുള്ള് കാട്ടുമാങ്ങ കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ചുമ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഇപ്പോഴും ചുമയാ, മാറിയില്ലല്ലേ? ഗൈസ് നോക്കൂ, ഇതുണ്ടോ, ഇത് ഫുള്ള് കാട്ടുമാങ്ങയാണ്. പോകുമ്പോൾ നമുക്ക് പറക്കിക്കൊണ്ട് പോയിട്ട് ഇതുണ്ടോ എന്തോരം കാട്ടുമാങ്ങ നോക്കി. ഞങ്ങള് പണ്ടത്തെ വിശപ്പ് പറ്റുന്ന പണ്ടത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ പണ്ടത്തെ വിശപ്പ് മാറ്റിക്കൊണ്ടിരുന്ന കാട്ടുമാങ്ങകളാണ്. ഈ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടോ, നിങ്ങൾ നോക്കി. ഇതുണ്ടോ എന്തോരം കാട്ടുമാങ്ങ കിടക്കണം നോക്കി. ഇതെന്നെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ മാങ്ങ കീറും, എന്നിട്ട് വെളിച്ചെണ്ണ, ഉപ്പ്, ചെറിയുള്ളി ഇത് ഇടിച്ച് വറ്റൽമുളക് ചട്ടിയിലിട്ട് ചൂടാക്കി ഇടിച്ചിട്ടിട്ട് തിന്നൂട്ടോ. നമുക്കിന്ന് പോകുമ്പം എടുത്തുകൊണ്ട് ഞാനതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. നല്ല രസം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഒന്നാന്തരം ഇതേപോലത്തെ കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഒരു മരം അവിടെ വീണ് കഴിഞ്ഞപ്പോൾ അത് മാറി ഇപ്പം ഇങ്ങനത്തെ പോസ്റ്റ് ആയിട്ടോ. ആഹാ, പണ്ട് ഈ സംഭവം എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തല്ലേ ഇവനെ. ഇത് പണ്ട് എങ്ങനെ ഈ സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ 5 മണിക്ക് പറയും, അവർ 6 മണിക്ക് പറയും, 5 മണി അവര് 4 മണിക്ക് പറയും. ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? ഇതാണ് മാത്രം കാട്ടുമാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റാ. അതുണ്ടായിരുന്നു, അത് നല്ല രസം. അതിന്റെ ഉള്ളിൽ ചുമപ്പാട്ടോ, ഇതിന്റെ ഉള്ളില് മഞ്ഞയാണ്. ഇത് ചുമന്ന മാങ്ങയാണ്, ഇത് മഞ്ഞ മാങ്ങയാണ്. ഇല്ല, പറക്കിക്കൊണ്ട് പോകണം കേട്ടോ. ഞാൻ ചെത്തി ഇരുന്ന സാധനം ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ സാധനങ്ങൾ. ഇതൊക്കെ ഫുള്ളേ എല്ലാം വാരിക്കൂട്ടി കൊള്ളാവടാ. അല്ല, തീറ് മാങ്ങ എന്ന് വെച്ചാൽ തീറ് മാങ്ങയാണ്, ചെറുതാട്ടോ, അല്ലാതെ വലിയ നമുക്ക് വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു പ്രത്യേക ടേസ്റ്റാ. നമ്മൾ സാധാരണ മാങ്ങ കഴിക്കുന്ന പോലെയല്ല. ഈ പനിക്ക് കഴിക്കണ്ട കേട്ടോ, അതായിരിക്കും ബുദ്ധിപരമായി നീക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പെട്ടുപോകും ലാസ്റ്റ്. ഗൈസ് നോക്ക്, കഫക്കെട്ട് മാറിയിട്ട് കഴിച്ചാൽ മതിടാ. ഇവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാ. അടയ്ക്കല്ല, കവുങ്ങ്. അതെ, ഇവിടെ ഒരു കവുങ്ങ് കുഴിച്ച് വെച്ചു. ഇവിടെയൊക്കെ കവുങ്ങ് ഉണ്ടായിരുന്നു, നീ ഓർക്കുന്നില്ലേ? ഇതേ ഇവിടെ ഒരു കവുങ്ങ് കുഴിച്ച് വെച്ചു. അപ്പം അങ്ങനത്തെ ഇറുക്കുണ്ട് കേട്ടോ. ഉള്ള പ്ലാവെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഈ പ്രാവശ്യം പ്ലാവ് മേടിച്ചോണ്ട് വന്നോക്കാം. ഗൈസ് നോക്കൂ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്. ഗൈസ് ഹായ്, ഞങ്ങളുടെ പഴയ വീട് ഞങ്ങൾ ലെവലാക്കി എടുത്തു. ഇത് റാംബോയ്ക്ക് വേണ്ടത് കൂടാണ്. വെള്ളം ഉണ്ടോ നോക്കട്ടെ. എവിടെ ഇതിൻ്റെ അത് വെള്ളമൊന്നുമില്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഇതുണ്ടോ, ഇത് റാംബോയ്ക്ക് വേണ്ടത് കൂടാണ്. ചിലപ്പം കൊണ്ടുപോകും ഇത്, പക്ഷെ ഇത് താഴോട്ടൊക്കെ ഇച്ചിരി പണിഞ്ച് പിടിച്ച കേസാ. എന്നാ നീ തീ കത്തിക്കുവാണോ? നോക്കൂ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫ്രെയിം കൊടുത്ത് ഇങ്ങോട്ട് ആസ്പെറ്റോസ് ഒക്കെ ഇട്ട് ലെവലാക്കി. ഇത് ബാത്റൂം. ഇവിടെയായിരുന്നു അത് പണിക്കാർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഈ പഴയ വീട് കാണുമ്പോൾ ഞാൻ താഴെ ഉണ്ട് ഉണ്ണി, താഴെ ഉണ്ട്. ഗൈസ് ഇവിടെയൊക്കെ ഈ ഒരു ഭാഗം കാണാൻ ഞങ്ങളുടെ കുട്ടിക്കാലം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഓർമ്മ വരും. ഇതിലൊക്കെയാണ് ഞാൻ ഇവന് ഓടി കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഈ പഴയ ഈ സൂപ്പർ 8-ൻ്റെ സാധനം, പിന്നെ പാരകം ചെരുപ്പുകൊണ്ട് വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് തള്ളിക്കൊണ്ട് നടക്കുക. പിന്നെ ഞങ്ങളുടെ പഴയ ക്രിക്കറ്റ് പിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ ക്രിക്കറ്റ് പിച്ച്. ഇവിടുന്ന് അങ്ങോട്ട് അടിച്ച 6 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഇവിടെ ക്രിക്കറ്റ് കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ പ്ലാസ്റ്റിക് ബോളില്ലേ അതുകൊണ്ടൊക്കെ ആയിരുന്നു കളി. ഞങ്ങളുടെ ഈ കാണുന്ന വീട് ലെവലാക്കി എടുക്കാൻ പറ്റി. എന്തായാലും നല്ല കാര്യമായി. ഇത് ഞങ്ങളുടെ വീട് പോയാനേ കുറച്ചും കൂടെ പണിയുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഒന്ന് ലെവലാക്കി ഷീറ്റൊക്കെ അടിച്ച് ലെവലാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ മെഴുകലായിരുന്നു കേട്ടോ, ചാണകം കൊണ്ട്. ഇത് ഞങ്ങൾ മേടിച്ച വൈക്ക് മെഷീൻ ഇരിക്കുന്നു. ഇതൊക്കെ അങ്ങനെ മെഴുക്കും പരിപാടിയൊക്കെ ആയിരുന്നു, അത് ഒട്ടിച്ചെടുത്തു. പിന്നെ അതേപോലെ തന്നെ TV ഒക്കെ അപ്പോൾ സ്റ്റാൻഡാക്കി ഇങ്ങോട്ട് മാറ്റി കേട്ടോ. ഇവിടെ ഒരു TV ഇരിപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് കിച്ചൺ. അപ്പോൾ ഗൈസ് നോക്കൂ, ഈ കാണുന്ന കിച്ചണിൽ നിന്ന് ഇവർക്കുള്ള ചോറുണ്ട്, കഞ്ഞി, പിന്നെ ഉണക്കനങ്ക്, പിന്നെ കറിയായിട്ടൊന്നും കാണുന്നില്ല. ചമ്മന്തി,
ഇത് ചമ്മന്തി ഒന്നാന്തരം കിട്ടും ചമ്മന്തി. ഈ അപ്പൻ എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുണ്ടോ നല്ല ഒന്നാന്തരം ചമ്മന്തി. പിന്നെ അതേപോലെ തന്നെ ഇതെന്നാ കറിയായിട്ട് മെഴുക്കുവരട്ടി വന്നത്. മെഴുക്കുവരട്ടി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇത് പുതിയ ആലുവ അടുപ്പ് വെച്ചാട്ടോ. 6000 രൂപ എങ്ങനെ ആയുള്ളൂ. നല്ല അടുപ്പായിരുന്നു. ഇതിവിടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഹായ് ഹരകല്ല ഇവിടുന്ന്. ചമ്മന്തി ഉണ്ണിച്ചേട്ടാ എന്നാണ് ഉണ്ണിച്ചേട്ടാ ചോറിന് കറി? ആ ഉണക്കമീൻ വറുത്തത് ചമ്മന്തി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ആ കഴിച്ച് ഇത്ര സാധനമുണ്ട്. ഇത് അങ്ങ് വരെ മേലെ കയറി കത്തിക്കുവാ കഴിഞ്ഞ കഴിച്ച് നോക്കൂ. വിറകൊക്കെ അടുക്കി വെക്കാണ്ടായിരുന്നു. പിന്നെ തെങ്ങൊക്കെ കഴിച്ചു വെച്ചോ? കപ്പലാന്തയ്യോ കഴിഞ്ഞോ? കഴിച്ച് നോക്ക്. കപ്പലാന്തൈ അതുപോലെ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചക്കയില്ല കേട്ടോ ഞങ്ങളുടെ പറമ്പിൽ. അയലോക്കത്തെ പറമ്പിൽ മാത്രമേ ചക്കയുള്ളൂ. ഇനിയിപ്പോൾ പ്രസാദ് സാറിൻ്റെ വീട്ടിൽ പോയിട്ട് വേണം ചക്ക മേടിക്കാൻ. ചക്ക വയ്ക്കണം എന്നൊക്കെ പുതിയല്ലേ. ആ നീ അതിലേ വന്നപ്പോൾ ഞാൻ ഇതിലേ വന്നടാ. ആ ആ വീട്ടിലുള്ളതും അയലോക്കംകാരനും കൂടെ ഉള്ളതെന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? കഴിച്ച് നോക്കൂ. അതായത് ഇവിടെ ചക്കയുണ്ട്. പക്ഷേ അത് ചക്ക അത്ര ഉള്ളൂന്ന് തോന്നുന്നില്ല. പ്രസാദ് സാറിൻ്റെ അടുത്ത് നല്ല ചക്കയുണ്ട്. പക്ഷേ വറക്കാനുള്ള ചക്ക ഇല്ല കേട്ടോ സാറിൻ്റെ അടുത്ത്. ഇത് കണ്ടോ ഈ മാവേൽ അത്യാവശ്യം മാങ്ങയുണ്ട്. ഇന്ന് പോകുമ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുണ്ട്. ഇത് നമ്പ്യാരല്ല മൂവാണ്ടൻ കേട്ടോ. ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഈ കാണുന്നത്. എന്ത് പപ്പ ഇതിനകത്ത് കുറേ ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ. എന്നോട് ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടെ ഇത് ഫുള്ള് മറ്റേ ഇതാട്ടോ. അതായത് നാട്ടുമാങ്ങ. ഇതുണ്ട് ആകെ 5 തെങ്ങുണ്ട്. 5 ഉള്ളൂ. 1 2 3 4 5 എണ്ണം. അത് കിട്ടത്തൊന്നുമില്ല കേട്ടോ. അതൊക്കെ കുരങ്ങ് കൊണ്ടുപോകുള്ളൂ അല്ലേടാ ലീന. സത്യം കേട്ടോ. അതൊക്കെ ഇവിടെ തേങ്ങ വെച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല കേട്ടോ. കരിക്കാമ്പഴേ കൊണ്ട് കരിക്ക് തിന്നുന്നതായിരിക്കും നല്ലത്. അതിനാ അതെ ഐസ് കുരങ്ങും കൊണ്ടുപോകും. ഇതിവിടെയൊക്കെ പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. എനിക്ക് ഇതിന് ഒരു നാര കൊണ്ട് അതൊക്കെ അപ്പം കളഞ്ഞു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ തോന്നലാട്ടോ. പുളി ചിലപ്പം വെക്കും, പുള്ളി തന്നെ വെട്ടും. നാരകം എന്തിയാ അപ്പം നമ്മുടെ നാരകം കശുവന്തി കേട്ടോ. ഇതെന്താ ഇവിടെ വെച്ചേക്കണേ? ഇടപോക്കാന്ന് വെച്ചാപ്പ അപ്പൊ ഇതിനകത്ത് വെച്ചതിനകത്ത് പോകുന്ന പറയുന്നേ പോയാൽ എവിടെ ആണോ? ഇതുണ്ട് ഇവിടെ വൃത്തിയാക്കി ലെവലാക്കിണ്ടിരിക്കും കേട്ടോ. ഇതുണ്ട് ഇതൊക്കെ കശുമാവ് വെച്ചാ. ഇത് കശുമാവ് വെച്ചല്ലേ? ഇത് നോക്കൂ. ഉണ്ണിച്ചേട്ടന് ഞങ്ങളന്ന് വീഡിയോ പറഞ്ഞിട്ട് ജോലി കിട്ടി. പക്ഷെ ഞങ്ങൾ ജോലി ജോയിൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുള്ളൂ കേട്ടോ. അല്ലേ? അതായിരിക്കും നല്ലത് അല്ലേ? ഗൈസ് നോക്കൂ. പുള്ളിക്ക് ജോലിയൊക്കെ കിട്ടി. ആദ്യം ജോലി ജോയിൻ ചെയ്തിട്ട് എന്നിട്ട് എവിടെയാന്ന് പറയാം കേട്ടോ. അല്ലേ ലിവിനെ ആദ്യം ജോലി കിട്ടിട്ട് ജോയിൻ ചെയ്യട്ടെ എന്നിട്ട് എവിടെയാന്ന് പറഞ്ഞാൽ മതി. ഗൈസ് നോക്കൂ. പുള്ളി അടുത്ത ദിവസം പോകും ജോലിക്ക് വേണ്ടി. അപ്പം ഈ മുട്ടിയൊക്കെ എടുക്കുവോ? ആണോ? ഗൈസ് നോക്കൂ. ഞങ്ങളെ കഴിഞ്ഞ ദിവസമല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഉണ്ണിച്ചേട്ടൻ ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റിയും കൊടുക്കണം. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ ജോലി കിട്ടി. അന്ന് പിറ്റേ ദിവസം തന്നെ കിട്ടിയതാണ്. ചില സാഹചര്യം കൊണ്ട് പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം പുള്ളി അടുത്ത ദിവസം പോവും. അപ്പോൾ ഇനി ഉണ്ണിച്ചേട്ടൻ വേറെ ലെവലിലായിരിക്കും. ഇനി ആര് വരും ഉണ്ണിച്ചേട്ടൻ ഞങ്ങളുടെ പരിപാടി ചെയ്യാൻ വേണ്ടി? അപ്പോൾ അവിടെ ജോലിയോ? ദൈവമേ. തടികളുണ്ട് കേട്ടോ. ഈ തടികൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പെരയ്ക്ക് ഭീഷണിയായിട്ട് നിന്ന മരങ്ങളെല്ലാം മുറിച്ചു കേട്ടോ. അതായത് ഇവിടെ ഒരു പഞ്ഞിമരം ഉണ്ടായിരുന്നു. ഇതൊരു പഞ്ഞിമരമായിരുന്നേ. ഈ പഞ്ഞിമരം ഞങ്ങൾ മുറിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 2-3 ആഞ്ഞിലി ഉണ്ടായിരുന്നു. ആഞ്ഞിലി മുറിച്ചു. ഇതെല്ലാം പെരയിലേക്ക് വീഴുമെന്ന് പേടിച്ചിട്ടാണ്. കാരണം ഇവിടെ നല്ല രീതിയിൽ കാറ്റുണ്ടാവും. ഇവിടെ ഈ കാറ്റ് വന്ന് കുടുങ്ങി കഴിഞ്ഞാൽ കാറ്റ് പെട്ടെന്ന് പോവുകയല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചുറ്റോട്ട് ഇങ്ങനെ നിന്ന് കുറേ നേരം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ശരിക്കും പേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മാവും ഈ സംഭവം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ്. എന്നടാ അല്ലേ? അതിനാടാ ഗൈസ് ഞങ്ങൾക്ക് എന്തോരം കശുമാവ് ഉണ്ടായിരുന്നു അറിയാമോ? ഈ കശുമാവ് എല്ലാം പോയി ഇപ്പോൾ ഈ തൊട്ടിക്കകത്ത് ഒന്നുമില്ല. കശുമാവ് വെച്ചില്ലേൽ പിന്നെ മണ്ടത്തരാട്ടോ. ഇപ്പം വെക്കുവാണെങ്കിൽ ചിലപ്പം ഭാവിയിൽ കുറച്ച് കശുവണ്ടിയൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഭാവിയിൽ ഇത് റിസോർട്ട് ആക്കണമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. ഇപ്പോൾ ഈ തട്ടായിട്ടുള്ള റിസോർട്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. കാരണം ഇതൊരു പ്രൈവറ്റ് പ്ലേസാണ്. അങ്ങനെ വലിയ ആർക്കും വലിയ ഒരു ഇതൊന്നും ഇല്ലാത്ത അതിൽ അത്യാവശ്യം ഒരു പൈസ വേണ്ടി വരും. മഡ് ഹൗസ് പോലെ. ഉണ്ണിച്ചേട്ടൻ ഓരോ മുട്ടി എടുത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആരാ? എന്റെ ദൈവം എത്ര കിലോ ഉണ്ടോ? 40 ഉണ്ടാവോ? 20 ഉണ്ടോ? 20 ഉള്ളൂ.
നോക്കൂ, അപ്പനുണ്ടല്ലോ മാങ്ങ വറക്കാൻ പോയതാട്ടോ. കിട്ടിയോ അപ്പേ? പപ്പ അതിൽ നല്ല മേളുണ്ടെന്നാ അപ്പ എനിക്ക് തോന്നുന്നത്. പപ്പേ അതിൽ നല്ല മേളുണ്ട് പപ്പേ. ആണോ? അതിന് ഇവിടെ ഉണ്ട് പപ്പേ. ഇതുണ്ടോ? ഈ കാണുന്നവിടെ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ. ഉണ്ടോ? കൈസ് രണ്ടും രണ്ടാട്ടോ. ഇതൊന്നും രണ്ടു മരവും രണ്ടാട്ടോ. അപ്പൻ അവിടെ മാങ്ങ വറക്കുക. കൈസ് നോക്കി ലിവി ഉണ്ടല്ലോ ഇവിടെ എത്തിയവിടെ മാങ്ങ കഴിക്കൽ തുടങ്ങി കേട്ടോ. ഇപ്പം വീണ മാങ്ങ എന്താ ടേസ്റ്റാന്ന് ഗൈസ് ഇതുണ്ടോ അപ്പം ഇത്ര മാങ്ങ കിട്ടി കേട്ടോ. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉപ്പും പിരിയമുളകും ചെറുതുള്ളി ഇട്ട് ഒരു പുറത്തം പിടിക്കാം. അടിപൊളി ആയിരിക്കും. പണ്ട് എന്തോരം കഴിച്ചാ? അയ്യോ ഗൈസ് പോവാട്ടോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾക്ക് അങ്ങ് അടിക്കട വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മഴയാണല്ലോ, മഴയ്ക്കനുസരിച്ച് വെള്ളമൊക്കെ ഒഴുകി വരുന്നതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ടാങ്ക് തേക്കണം. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഇൻവേർട്ടർ അടിച്ച് വരുന്നത് അതുകൊണ്ട് വൈകുന്നേരം ആൾ വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി. മീൻ വറുത്തതും ചമ്മന്തിയും പാക്കറ്റ് ആക്കി കേട്ടോ. അതിൻ്റെ അത് കയറ്റി എന്താ മനുഷ്യൻ നോക്കി. നല്ല ചമ്മന്തിയാ. ആയില്ല തേങ്ങയൊക്കെ എടുക്കാം. മാങ്ങ തേങ്ങ നാളത്തെ പണിക്കുള്ള സാധനങ്ങളാണ്. നാളെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ലിബിൻ എന്നൊക്കെ എടുത്ത് അപ്പൻ്റെ ഡിഷോപ്പറും അപ്പം വീട് പൂട്ടുക കേട്ടോ. ഞങ്ങളിവിടെ പെറുക്കി വെച്ചാൽ ഞങ്ങളുടെ തേങ്ങ കേട്ടോ. ആ തേങ്ങയും കൊണ്ട് ഞങ്ങൾ നേരെ താഴോട്ട് പോവാ. പോവാ. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല രീതി കാറായി. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇറങ്ങിയില്ലേ മഴ പെയ്യും. ഉറപ്പിച്ചോ? മഴയത്ത് ടാങ്ക് തേക്കാൻ പറ്റുമോ ഉണ്ണി? നോ പ്രോബ്ലം. ഓക്കെ ഗൈസ് നോക്കും, ഞങ്ങൾ നേരെ താഴോട്ട് പോകാം കേട്ടോ. ഓരോന്നോരോന്നായി എടുക്കുന്നു. ഇത് ഇറങ്ങലാണ് പണി കേട്ടോ. സുണ്ണിച്ചേട്ടൻ തേങ്ങയായിട്ട് പോയി കേട്ടോ. ലിബി സാധനങ്ങളായിട്ട് പോയി. അപ്പൻ തേങ്ങയായിട്ട് വരുന്നുണ്ട്. അപ്പൻ അതിബുദ്ധിക്ക് പോയതാ കേട്ടോ. ഇത് മാറ്റിയിട്ടാ ഇച്ചിരി. അപ്പൻ ഇപ്പം ഈ കാണിക്കുന്ന വലിയ മണ്ടത്തരാ. കാരണം എന്താ വെച്ചാൽ അത്ര തേങ്ങയായിട്ട് എടുക്കേണ്ട കാര്യമില്ല അപ്പേ. ഗൈസ് മാങ്ങ എടുത്തില്ലേ കണ്ടാ. ഇത് നേരെ വണ്ടിയൊക്കെ കയറ്റുന്നു, കിട്ടിക്കൊണ്ട് ഇറക്കുന്നു. മഴയ്ക്ക് ഇപ്പോൾ ഇറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ചാൽ മഴയെ കുളിച്ച് പോകേണ്ടി വരും. നോക്കൂ, നല്ല രീതിയിലുള്ള കാറ്റാട്ടോ. ചെറിയ കാറ്റൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റാണ്. എല്ലാവരും നേരെ താഴെ എത്തി സാധനങ്ങൾ കൊണ്ട്. ഓ ഇത് മഴ പെയ്യാതെ എത്തിയത് ദൈവാനുഗ്രഹം കേട്ടോ. മഴ പെയ്തായിരുന്നു അവിടെ തെണ്ടി പോയാനെ. എന്തൊരു കാറ്റാ, എന്തൊരു കാറ്റാപ്പാ. നല്ല കാറ്റാട്ടോ. ഓ നല്ല കാറ്റാ. നല്ല രീതിയിലുള്ള കാറാട്ടോ. ഇനി രണ്ടെണ്ണം ഇതിനകത്ത് കയറ്റണം. ഇന്നലെ ചെടി മേടിച്ചതിൻ്റെ ആട്ടെ, കാരണം ചെളി മൊത്തം ഇന്ന് റെഡിയാക്കി എടുക്കണം. ഇന്നലെ മറ്റേ കവുങ്ങും തെങ്ങും കശുമാവും പിന്നെ ആര്യവേപ്പും പുളിമരവും ഇതൊക്കെ കുറേ സാധനം മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഈ കാണുന്ന സംഭവം. കഴിഞ്ഞില്ലേ? പോവാം ലിബിയ, പോവാം. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളങ്ങനെ എല്ലാ സാധനവും എടുത്ത് നേരെ അങ്ങാടിക്കട വീടിന് പോവാണ്. മഴയ്ക്ക് മുമ്പ് താഴെ എത്താൻ പറ്റി. മഴയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെ ഞങ്ങൾ വിട്ടുപോയേനെ. ഇനിയിപ്പോൾ നേരെ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ അങ്ങാടിക്കട വീട്ടിലാണ്. അവിടെ ഉണ്ടല്ലോ മഴയ്ക്കിപ്പുറം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ വെള്ളം മൊത്തം ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറും. പിന്നെ പോകാൻ പാടായിരിക്കും. ബേക്കിൽ നിന്നുള്ള സംഭവങ്ങളും പിന്നെ അങ്ങനെ കുറച്ച് സംഭവം ചെയ്യാനുണ്ട്, അത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കല്ലൊക്കെ എടുക്കണം നാളെ. അപ്പോൾ അതൊക്കെ ഇന്ന് പോയി സെറ്റപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് തേച്ചൊക്കെ റെഡിയാക്കി എടുക്കാണ്ട് ഓരോ മഴക്കാലത്ത് ഓരോ സംഭവം ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പം നേരെ ഞങ്ങൾ ഇതിൽ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. നല്ല രീതിക്ക് മഴ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് മഴ കേട്ടോ. നമ്മൾ അങ്ങാടിക്കട എത്താറായപ്പോഴത്തേക്കും മഴയുടെ ഗാംഭീര്യം കൂടി കേട്ടോ. ഇനിയിപ്പോൾ മഴയത്ത് പോയിട്ട് വേണം, നനഞ്ഞു വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോക്കിയേ എന്തൊരു മഴയാണല്ലോ ഇവനെ. പെട്ടെന്നൊരു മഴ ഇങ്ങോട്ട് വന്നു. ഈ പ്രാവശ്യം ആദ്യമായിട്ടല്ലേ വന്നിട്ട് മഴയത്ത് വണ്ടി ഓടിക്കുന്നത്. ആ ഗൈസ് സത്യം കേട്ടോ. മഴ വന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഉറങ്ങിപ്പോയി. മഴ വന്ന സമയത്ത് സത്യം നല്ല മഴയാണ്. ഞങ്ങളിവിടെ കടികൾ കിട്ടുന്ന ഒരു കടയാണ്. പരിപ്പോട, സുഖിയൻ, ഉണ്ടക്ക, ഇനിയുള്ള കായൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി മൊത്തം നനയും കേട്ടോ. പരിപ്പോട 4 പരിപ്പോട. ഉള്ളിവട ഇല്ലല്ലോ. ഉള്ളി പിന്നെ സുഖിയൻ 2 ഉണ്ടക്ക. നെയ്യപ്പം വേണോ പിന്നെ? പരിപ്പട 4 മേടിച്ചു. പപ്പയ്ക്ക് വേണോ? മഴയുടെ ശക്തി വളരെ നന്നായി കൂടി. ഉണ്ണിച്ചാട്ട ടാങ്ക് ചെയ്യാൻ പറ്റുമോ? ഞാനും കൊടുത്തു കൂടാ കേട്ടോ. ലിബിനോ? ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. നല്ല രീതിയിലുള്ള മഴ കേട്ടോ. ദൈവമേ എന്തൊരു മഴയാ നോക്കിയേ. ഇതെന്നടാ ലിവിൻ താഴെ പോയി. എന്റെ അമ്മ എന്തൊരു മഴയാന്ന് നോക്കിയേ. വണ്ടി ഫുള്ള് നനഞ്ഞു കേട്ടോ. നല്ല രീതിയിലുള്ള മഴയാണ്. ഓ ഗൈസ് എന്റെ അമ്മോ. പക്ഷെ ഇപ്പം കുറഞ്ഞല്ലേ, ഒന്ന് ഒതുങ്ങി. പപ്പ കടിയെടുത്തില്ല. ഇന്ന് ഭക്ഷണം വെക്കാനുള്ള സാധനം കപ്പ. കപ്പയെ നല്ല ഒന്നാന്തരം മുളകും അരയ്ക്കും ഞങ്ങള്. പിന്നെ മീൻകറി, മത്തിക്കറി. എടാ ഇതെന്നടാ റാംബക്കുട്ടിക്ക് എന്നാ പറ്റിയേ?
എന്റെ ദൈവമേ, റാംബോ ഉണ്ടല്ലോ. അപ്പൻ എന്തോ റാംബോയ്ക്ക് കൊണ്ടുവന്നു കേട്ടോ. റാംബോയുടെ ചിന്താഗതി. കൊടുക്ക് റാംബോയ്ക്ക് കൊടുക്കും. അതിനാ തുള്ളുന്നേ. അപ്പൻ എന്തോ കൊണ്ടുവന്നു കേട്ടോ അവന്റെ ചിന്താഗതി. അമ്പോ അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ചെറിയ വെള്ളമയം ഉണ്ട്, അതാണ് സംഭവം. അതൊക്കെ അവിടെ നിൽക്കാൻ പറ്റുന്ന കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട്. മഴ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം അല്ലേ? മഴ കഴിഞ്ഞിട്ട് ടാങ്ക് തേണം. പിന്നെ അവിടെ ഈ മേലിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുമ്പം വീടിൻ്റെ ഇങ്ങോട്ട് പുറകോട്ട് നല്ല രീതിയിൽ വെള്ളം വരും. അപ്പം അവിടെ ചെറിയ കെട്ട് കെട്ടണം. പിന്നെ അതേപോലെ തന്നെ സംഭവിച്ച് വകഞ്ഞൊക്കെ വിടണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. എല്ലാം ചെയ്ത് തീർക്കണം. വൈകിട്ട് UPS ശരിയാക്കാൻ ആൾക്കാർ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. UPS ഒക്കെ കംപ്ലൈൻ്റ് ആട്ടോ. കാണുന്ന മഴയത്ത് നല്ല ഒന്നാന്തരം ചൂടില്ലാത്ത നല്ല ഉണ്ണിച്ചേട്ടാ, ഈ കാണുന്ന മഴയത്ത് ചൂടില്ലാത്ത നല്ല പരിപ്പ്. പക്ഷെ നല്ല പരിപ്പ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. കഴിക്കൂ. സുഗിയനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയുണ്ട്, സുഗിയൻ, പരിപ്പുവട, ഉണ്ടക്ക, അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഏകദേശം ഉണ്ട്. ലിപിക്ക് പനി, അതുകൊണ്ട് കഴിക്കണ്ട. ഇല്ല ഗൈസ്, നോക്കൂ, ഇവിടെ ചായയും ഒന്നും ഇല്ല കേട്ടോ. ആ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ചായ ഉണ്ടോ? കട്ടൻ ചായ ഉണ്ടോ? ഓക്കെ. അത്ഭുതകരമായി ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ മന്തി ഉണ്ണിച്ചേട്ടൻ കൊടുത്തിട്ടോ. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ അടിപൊളിയാണ്. ലിപി മാത്രം കഴിച്ചില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അമ്മ? ഗൈസ് നോക്കി, ഇവിടെ കപ്പ. അമ്മ ഇന്നത്തെ കപ്പ റെഡിയാക്കും. മഴ വീണ്ടും കൂടി കേട്ടോ, കുറയുന്നില്ല. ഈ മഴ കുറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, അതാണ് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇന്ന് മഴ കൂടിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടോ ഈ സൈഡിൽ നിന്ന് നല്ല രീതിക്ക് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സൈഡ് നന്നായിട്ട് നനയുന്നു. ഇതുണ്ടോ? അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കണം. ഇവിടെ എന്തെങ്കിലും വെച്ച് അടക്കണം കേട്ടോ, ഇല്ലല്ലോ അത് വലിയ പാടാവും അല്ലേ അപ്പാ? ഇതെന്തെങ്കിലും ചെയ്യണം. വേറെ വിഷയം, അപ്പുറത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. മഴ കഴിയാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പോയില്ലേ. എല്ലാം അപ്പൻ എന്നെ വിളിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കുറേ കാര്യം ചെയ്യണം. സംഭവം പോയി നോക്കി കേട്ടോ. പാത്തിയിൽ മറ്റേ ഇത് വീണോ, അതായത് തന്നെ ഇലയല്ലേ, പാത്തിയിൽ ഇല വീണോ കേട്ടോ. ഒന്നും ചെയ്യാനൊന്നും ഇല്ല. പക്ഷേ അത് എങ്ങനെ ക്ലീൻ ചെയ്യും ഉണ്ണി? അല്ല, കമ്പിട്ടും എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇതിന് ഇത്ര നാൾ ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. കൊച്ചിന്റെ കേട്ടോ. കൊട കിട്ടി. ഞങ്ങൾ നേരെ മഴ നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കൂല കേട്ടോ. ഞങ്ങളെ കല്ലെണ്ണാൻ വേണ്ടി പോവാണ്. ഓ ഗൈസ്, നല്ല തണുപ്പ്, നല്ല മഴ. വണ്ടികളൊക്കെ കഴുകേണ്ട കാര്യമുണ്ടല്ലോ കേട്ടോ. ഗൈസ്, വണ്ടികളൊന്നും ഇനി കഴുകേണ്ട കാര്യമില്ല, എല്ലാം സ്വയമേ കഴുകിക്കോളും. പക്ഷെ ഇങ്ങനെ മഴയത്തിരുന്ന അത്ര നല്ലതല്ല കേട്ടോ. പ്രത്യേകിച്ച് എസ്പെഷ്യലി ബസ്സിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടെത്തണം. അടുത്ത ദിവസം ടാർപ്പ മേടിച്ച് കെട്ടണം കേട്ടോ. ബസ്സിനൊക്കെ ടാർപ്പ ഉണ്ടായിരുന്ന അതെല്ലാം മമ്മി അപ്പനൊക്കെ എടുത്ത് ബേക്കിൽ കെട്ടി. ഇതുണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഇതുണ്ടോ, ഇവിടെ മഴയത്ത് വെള്ളം കെട്ടി നിൽക്കുവാണ് ഉണ്ണി. ഇതുണ്ടോ, ഇവിടെ മഴയത്ത് വെള്ളം കെട്ടി നിൽക്കുക. ഇത് കെട്ടിനെ ബാധിക്കും. ഇവിടെ ഇപ്പൊ ഇച്ചിരി ചിപ്സ് ഇറക്കി പൊക്കേണ്ടി വരും. മണ്ണല്ല, ചിപ്സ് ഇട്ടാൽ മതി. ചിപ്സ് ഇടണം. ഇതുണ്ടോ, ഇത് ഭയങ്കര ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. മഴ പെയ്യുന്നതിൻ്റെ ഇപ്പുറം അപ്പൻ എന്നോട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ല പണി പാളിപ്പോ. ഇതുണ്ടോ, ഇതിലെ വെള്ളം ഒഴുകുന്നുണ്ടോ? ഈ വെള്ളം നല്ല മഴയത്ത് എന്താവും, ഈ വെള്ളം ഉൾട്ടിയടിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ കല്ലുകൊണ്ട് കെട്ടണം, അല്ലെ വെള്ളം ഇപ്പുറത്തോട്ട് എത്തും. അപ്പം നല്ല മഴയത്ത് നല്ല രീതിയിൽ വെള്ളം വീഴും. അപ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ചെയ്താലും ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇപ്പം ഇനി ഉറവ വെട്ടി തുടങ്ങുന്നത്. അതാണ് ചെറിയ ചെറിയ ഉറവകൾ, അതായത് വെള്ളം ഒലിച്ചു തുടങ്ങും ചെറിയ ഈ മഴയത്ത് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഇതുണ്ടോ, എൻ്റെ ടാർപ്പ് കേട്ടോ ഈ കാണുന്ന. ഇവിടെ ഇത് മൊത്തം വലിച്ചു കെട്ടി വെച്ചാക്കണേ. ഇതുണ്ടോ, ഹായ് ബീഗോ ഒക്കെ ഇവിടെയുണ്ട്. ഇതുകൊണ്ട് ഈ കാണുന്ന ടാർപ്പൊക്കെ എൻ്റെ വണ്ടിക്ക് കെട്ടുന്ന ടാർപ്പായിരുന്നു. ബീഗക്കുട്ടിയെ ഇങ്ങനെ മഴയത്തേക്ക് വേണ്ടിയുള്ള വിറകൊക്കെ ശേഖരിച്ച് വെച്ചാക്കുന്ന കേട്ടോ. കഴിച്ചതാട്ടോ. മഴ ഓവറായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പല പാത്തികളും വർക്ക് ചെയ്യുന്നില്ല. അതിനകത്തൊക്കെ ഫുള്ള് ഓരോ സാധനങ്ങൾ കയറി, ഇലയൊക്കെ കയറി നിശ്ചലമായിരിക്കുന്നു. എത്ര വേണ്ടവരും എവിടുന്ന് എങ്ങനെ കെട്ടണം? ഇത് നല്ല രീതിയിൽ മഴ പെയ്ത പണിയാണ്. ഇത് അതിലേക്ക് ഒലിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ലിബിനെ താൽക്കാലികം ഉണ്ടല്ലോ, ഇവിടെ ഇതുള്ളതുകൊണ്ട് ഇപ്പം ഈ വെള്ളമൊന്നും ബാധിക്കുകയല്ല കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ വെള്ളം വന്നാൽ ബാധിക്കും.
ഇപ്പം ഇത് ബാധിക്കുകയല്ല, കുറച്ച് കഴിഞ്ഞാൽ ബാധിക്കുള്ളൂ. മീൻസ് അവിടെ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ. ഒരു കല്ല് എത്ര കല്ല് വേണ്ടി വരും? ഇത് എവിടം വരെ പ്രശ്നം ഉണ്ടാവുക? എവിടം വരെ കെട്ടണമെന്നുള്ളത്? ഈ വെള്ളത്തിൻ്റെ ഇത് നോക്കണമെന്നില്ല, പണിയാണ്. ഇത് കണ്ടോ, വെള്ളം നല്ല രീതിയിൽ മഴ പെയ്താൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം വെള്ളം ഏത് രീതി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ മഴ പെയ്താൽ അങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന വെള്ളം, ഈ കാണുന്ന വെള്ളം. ഇതാ മേളിൽ നിന്ന് വന്ന് ചാടുന്ന വെള്ളം കേട്ടോ. ഇതാ നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇതിലേ പോകുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതുണ്ടോ ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന വെള്ളം കണ്ടോ? നല്ല രീതിയിൽ അത്യാവശ്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉണ്ടല്ലോ ഈ കാണുന്ന 2 ഗ്ലാസ് പട്ടപ്പട്ടേന്ന് പറഞ്ഞ് പൊട്ടി കേട്ടോ. അത് മാറ്റണം. പിന്നെ അതേപോലെ ഈ സാധനം പോയി, ആ സാമഗ്രികൾ മൊത്തം സൂക്ഷിച്ചാക്കുന്നു. ഇതുകൊണ്ടോ പഴയ ബാറ്ററി, ഞങ്ങളുടെ ടൂൾസ്. ലിവിനെ നല്ലത് ഇവിടെ വെച്ചിട്ട് അഴുക്കും കൊണ്ട് നമ്മൾ പോയി. എത്ര ബുദ്ധിമാന്മാരാണ് നമ്മൾ. ഉണ്ണി നമ്മൾ കൊണ്ടുപോയ സ്റ്റൗ ഇല്ലേ, അതിൽ ഒരെണ്ണം അഴുക്കായിരുന്നു. എല്ലാം എടുത്ത് മതി ഗൈസ്. ഇതൊക്കെ എയർ ഹോൺ ആട്ടോ. ഇത് കൊണ്ട് 2-3 ഉണ്ട്. ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലോ ഊരി വെച്ചേക്കോ കേട്ടോ. അതെ ഗൈസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ഊരി വെച്ചേക്കോ കേട്ടോ. ഇതെല്ലാം വണ്ടി സംബന്ധമായ വണ്ടികളുടെ സാധനം കേട്ടോ. ബസ്സിൻ്റെയും ട്രാവലറിൻ്റെ, പിന്നെ ഞങ്ങളുടെ ട്രൈപോഡൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ടൂൾസ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. വേറെ ബെൽറ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഈ പറഞ്ഞ അത്ര വിഷയമില്ല കേട്ടോ. ഇത് കണ്ടോടാ ലിബിനെ, ഈ കാണുന്ന ഇവിടെയാണ് വിഷയം. ഉണ്ണി ഞാൻ കേസ് പറയാം. പിന്നെ അത് പൊട്ടൂടാ. ഇത് മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ല, അതിന് വലിയ കട്ടിയില്ല. ഇതിൻ്റെ അകത്ത് നിറച്ചും. പിന്നെ ഇത് യൂറോ കാർഡാണോ പണ്ട് മേടിച്ചു വെച്ചോ. പിന്നെ അത് ഫുള്ള് ഇലയാണ്. അതായത് എന്താണ്, ഇത് കണ്ടോ ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ ഈ ഇലയാണ്. അപ്പോൾ ഈ ഇല ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ എന്താ പറയുക, നല്ല മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം താഴെ ചാടിട്ടോ. ആണ് വിഷയം. ഇവിടെ നിന്നുള്ള ഇതൊക്കെ സക്സസ് അല്ലേ? പക്ഷെ എവിടെയോ വെള്ളം വീഴുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെയും ലീക്കാട്ടോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടോ. ഇവിടെ എന്നാടാ ബ്ലോക്ക് ഉണ്ടോ? പോയോ? ഇത് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് മഴ ആയതുകൊണ്ട് നമ്മളെല്ലാം ലെവലാക്കി വിടുന്നുണ്ടോ. ഫസ്റ്റൊന്നും അല്ല, നമ്മൾ വരുന്നതിന് 1 മാസം മുമ്പ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത് സക്സസ് ആയില്ലേ? ഇച്ചിരി വെള്ളം കെട്ടി വെപ്പുണ്ടായിരുന്നു, അതങ്ങ് പോകും കേട്ടോ. ഇല്ലെങ്കിൽ ഇതെന്നെ സംബന്ധിച്ച് ഓവറായി കഴിഞ്ഞാൽ കൊളയായിട്ട്. ലിവിനെ നല്ല രീതിയിൽ തന്നുന്നുണ്ടേ നമ്മുടെ ചെരുപ്പ്. ഇവിടെയും അതേപോലെ ഉണ്ട്. അതെല്ലാം വാരി കൊടുക്കുവാണെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞു കേട്ടോ. നേരെ മേളിൽ കയറട്ടെ, ടാങ്ക് തേക്കണം. ഇതൊക്കെ സ്റ്റെപ്പ് ആക്കിയതാണ് കേട്ടോ. ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട്ട് കയറാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടി, അല്ലെ കോവണി കൊണ്ട് വെച്ചിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. ആഹാ, ഇവിടെ സ്വിമ്മിംഗ് പൂളായല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാണ്. പക്ഷേ ഉണ്ടല്ലോ പഞ്ചായത്ത് അനുമതി എത്രയോ ഹൈറ്റിന് വരെ തരത്തുള്ളൂ. പോകുന്നുണ്ടോ? ഏലിനും പോകുന്നുണ്ടോ ഉണ്ണി? ഈ ഒരു സൈഡ് പൊങ്ങിയത് കൊണ്ട് ഇങ്ങോട്ടാട്ടോ വരുന്നത്. അറ്റത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം നല്ല തെന്നലാട്ടോ. ഉണ്ടോ ഇവിടുന്ന് വെള്ളം വീഴാൻ എന്നാ ഓപ്ഷനുള്ള? ഇവിടെ എവിടെയോ ഹോളുണ്ട്. അവിടെ ഹോളുണ്ട്. ആ ഹോൾ ഒറ്റ ഹോളാ. അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടോ നോക്കിയേ ലിവിനെ. നമുക്ക് ഇതിന് മേലെ പൂള് പണിയാം. പക്ഷേ ഇത് ഗവൺമെന്റ് ഇത്ര അനുമതി തരികയല്ല. അല്ല എത്രയാണ് ഹൈറ്റിന് എന്തോ ഇതുണ്ട്. അല്ലെങ്കിൽ മറ്റേ നമുക്ക് മറ്റേ ഗാർഡും മറ്റു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ പൂള് പണിയുന്ന അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കിയാൽ പറ്റുമോ? ഇതേ വീട്ടിലേക്ക് എറിച്ചിലടിക്കാതിരിക്കാൻ വേണ്ടി ഷീറ്റ് അടിച്ചാക്കുന്നതാണ്, വേറെ സംഭവമൊന്നുമല്ല കേട്ടോ. നേരത്തെ പോകുന്നില്ലായിരുന്നല്ലോ, വലിച്ചോ? അതാണ് സംഭവം. നോക്കിയേ, മഴ പെയ്ത് കഴിയുമ്പോൾ പച്ചപ്പ് നോക്കിയേ, അന്യോന്യ പച്ചപ്പാട്ടോ. എന്തിയേ ഗൈസ്, ഈ കാണുന്നൊരു കുട്ടി ടാങ്ക് തേകാനാണ് ഞങ്ങൾ കയറുന്നത്. അത്ര വലിയ ടാങ്കൊന്നും അല്ല കേട്ടോ. മമ്മി, ഇതാണ് നമ്മുടെ സോളാറിൻ്റെ സംഭവം. ഇതിൻ്റെ അത് ചൂടുവെള്ളം വരുന്നത്. ഇതിപ്പം അത്ര സക്സസ് അല്ല, കാരണം മഴയാണല്ലോ, വലിയ ചൂടും സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള വെള്ളം കിട്ടാറില്ല. ഇത് ക്ലോസ് അല്ലേ ഉണ്ണി? ഇത് ആണോ? ഇതാണ് ഞങ്ങളുടെ ജിയോയുടെ മോഡ് കേട്ടോ. ജിയോ ഫൈബർ വെച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പം അതിൻ്റെ സാധനങ്ങളായി കാണുന്നത് അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പീഡില്ല, ഓവറുള്ള സ്പീഡ്. എന്നാ അതിനാ അത് മമ്മി കേരള വിഷൻ റീചാർജ് ചെയ്യാത്തതുകൊണ്ടായിരുന്നു. കേരള വിഷൻ റീചാർജ് ചെയ്തു. എനിക്കിനി വേണ്ട മമ്മി. ലിബിനെ, കേരള വിഷൻ അത്ര സ്പീഡില്ല കേട്ടോ. കേരള വിഷൻ തന്നെ സ്പീഡ്. നിനക്കെന്നാ തോന്നുന്നത്? കേരള വിഷനാണ് സ്പീഡ്. ഇതിന് സ്പീഡ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല സ്പീഡൊക്കെ ഉണ്ട്.
പക്ഷെ ആ ഇറങ്ങാൻ പറ്റും. എങ്ങനെ കയറുക? ആ മേളിൽ കയറുന്ന കോവണി വേണം. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പ്രാവാട്ടോ, ഒന്നും രണ്ടൊന്നും അല്ല, ഇതൊക്കെ പ്രാവിൻ്റെ ഏരിയ ആണ്. ഇവിടെ അല്ലാതെ എല്ലായിടത്തും അതെ. ഇതേ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം അവന്മാരെല്ലാം ഇങ്ങോട്ട് മാറി കേട്ടോ. ഇതുണ്ടോ പ്രാവൊക്കെ അങ്ങോട്ട് പോയി. ആ ഈ കാണുന്ന ഇതില്ലേ, ഇവിടുന്ന് 2 എണ്ണം അങ്ങോട്ട് വിടണം. ഇവിടെ കയറുണ്ട് ഉണ്ണി, അത് അവിടെയുണ്ട്. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ കാണുന്ന സാധനം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് വെച്ചാണ്. അപ്പം ഈ പൈപ്പിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എങ്ങോട്ടെങ്കിലും വിടണം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് കെട്ടി നിൽക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു, ഇത് മൊത്തം ഇപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കാണുന്ന ഇത് ഫുള്ള് പ്രാവിൻ്റെ ഏരിയ കേട്ടോ. പറന്നു പോകുന്നുണ്ടോ? എന്തോ ഒരു പ്രാവാ. ഒരേറ്റവും കൂടുതൽ ഇരിക്കുന്ന ഇവിടെ കേട്ടോ. ഈ ടാങ്കിലെ വെള്ളം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമേ ഇത് കയറി തേകാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് ഇപ്പോൾ 1000 അഭിപ്രായം വന്നുകൊണ്ട് ഇപ്പോൾ ഒന്നും നടക്കാതെ കേട്ടോ. ഉണ്ണിച്ചേട്ടൻ അങ്ങനെ ടാങ്കിനെ വിളിക്കരുത് കേട്ടോ. ഉണ്ടോ? അപ്പാ താഴത്തെ തുറന്നു വിട്ടുണ്ടോ? അപ്പാ നോക്കിയേ, അപ്പം അമ്മ എന്നെ തുറന്നേ. നീ എന്നെ കാണിക്കല്ലോ ഇവനെ. എല്ലാവരും ഓരോ പരിപാടി കേട്ടോ. മഴ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ടാർപ്പൊക്കെ മേടിക്കണം അടുത്ത ദിവസം. അതിനാ ആണോ? വേസ്റ്റും ഇല്ലല്ലോ. അതാ പ്യൂരിഫയർ വെച്ച് കയറ്റുന്നോണ്ടാ ഉണ്ണി നല്ല രീതിയിൽ കരികൾ കിട്ടുന്നുണ്ട് കേട്ടോ. കാണിച്ചടാ ഇങ്ങനെ അടുത്തോ. ആണോ? നന്നായിട്ട് നിറഞ്ഞു. ഇതല്ല ഇതേപോലെ തന്നെ നമ്മളെ പെറുക്കി കളയണുണ്ട്, എങ്കിലും ഇതിന്റെ ഇതൊക്കെ ലെവലായി കിട്ടത്തുള്ളൂ. അതെ. എങ്ങോട്ടേ പോകുന്ന? ഇത് എങ്ങോട്ടാ? ഉറക്കത്തിന് എണീറ്റുള്ളൂ കേട്ടോ. ഇതേ പോണു. ഇതേ എങ്ങോട്ടാ? ഇതേ പോണു. കയ്യിലൊരു ഉണ്ടൊക്കെ. അമ്പോ മൈക്കിളാരാ സുഖിയൻ തന്നെ? അയ്യോ മൈക്കിൾ ബേബിയെ ഹായ് പറ എല്ലാവരോടും. ഹായ്. ഹലോ ഗായ്സ് പറ. മൈക്കിളെ ഹലോ ഗായ്സ് പറയാ. മൈക്കിളെ ഹലോ ഗായ്സ് പറയാൻ. ഗൈസ് ഇവിടെ കിടക്കുന്ന ഈ കളിപ്പാട്ടം എല്ലാം വന്ന് നശിപ്പിക്കും കേട്ടോ. ഇതെല്ലാം വലിച്ചു വരെ എറിയും. അതാണ് പിന്നെ മെയിൻ പ്രത്യേകത. അതാ പോകുന്നു ഒരു വിധത്തിലായിട്ടോ പോകുന്നത്. ഹലോ ഗായ്സ് പറയടാ. ഒരു സുഖിയും കയ്യിലുണ്ട്, അതാണ് ഇപ്പൊ ആളുടെ എയിം. മൈക്കിള് സുഖിയാൻ കഴിച്ചാ? കഴിച്ച് നോക്കൂ മൈക്കിളെ. പോണു മൈക്കിള്. വാജാ നോക്കിയേ. സന്തോഷമായിട്ടോ. ഇത്ര നേരം ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നത്. അവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ സുഖിയൻ സാധനങ്ങളൊക്കെ കേട്ടോ. മമ്മി അതേ സമയത്ത് ഇവിടെ കപ്പ വേക്കൽ അതുപോലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. എൻ്റെ റാംബോ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. റാംബോ എന്നെ കണ്ട അപ്പം ചാടി കയറും കേട്ടോ. റാംബോ ഗൈസ് നോക്കൂ, ബീക്ക് തൊട്ടപ്പുറം ഉണ്ട്. മൈക്കിൾ ഇത് തന്നെയാണോ മൈക്കിളിൻ്റെ പരിപാടി? അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക. ഇതെന്നെ സംബന്ധിച്ച് ആ റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വലിച്ചു വാരി ഇടണം കേട്ടോ. അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാണ്. ഗൈസ് മൈക്കിളിന് എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യും. നിമിഷം നിന്നെ ശ്രദ്ധിച്ചില്ല, നീ എന്തൊക്കെ പണി ഒപ്പിക്കും. ഇതുണ്ടോ ചാടാൻ വേണ്ടി ആയില്ലേ മൈക്കിളെ? ചാടലടാ. ഇത് ഞങ്ങളുടെ സാധനം വെക്കുന്നുണ്ട്, ഈ കാണുന്ന അലമാര. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അത് സാധനം മൊത്തവും വലിച്ചെടുത്ത് എറിഞ്ഞു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ കളിപ്പാട്ടം മൊത്തം ഇതിൻ്റെ അത് കഴിച്ചേട്ടോ. അങ്ങനെ സന്തോഷിക്കുകയാണ്. അയ്യോ സത്യമല്ലേ മൈക്കിളെ ഞാൻ പറഞ്ഞേ? മൈക്കിളെ സത്യമല്ലേ ഞാൻ പറഞ്ഞേ? മൈക്കിളെ ഇങ്ങോട്ട് വാ. ഒരു ഇതിലായിട്ട് ആള് പോകുന്നേ. ഇതേ പോയി നല്ല സ്ഥിരം റൂട്ടായത്. മൈക്കിളൊന്നും കഴിക്കല്ലോ കേട്ടോ. ഒരു ആവേശത്തിന് മേടിച്ച് കൈ വെച്ചേക്കുന്ന. ഒരു കയ്യിൽ ഉണ്ടക്ക, മറു കയ്യിൽ സുഖിയൻ. അത് പിടിക്കാനുള്ള ആവത് പോലും ഇല്ല കേട്ടോ ഭാവത്തിന്. അപ്പൊ എടുത്തോട്ടെ. താങ്ക് യു മൈക്കിൾ. അതായിരുന്നു ഇവിടെ ആവശ്യം. ഓ പിന്നെ അടിച്ചോടാ. റിമോട്ട് കിട്ടാ. ഇവനാണ് ഈ ഫോണൊക്കെ അടിച്ചു കേട്ടോ. ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കുന്ന പൈപ്പാട്ടോ. പക്ഷെ അതിൻ്റെ അത്ര വെള്ളം വരുന്നുണ്ട്, ബ്ലോക്കാ. എന്നാപ്പാ
നോക്കൂ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നോക്കി. ഷോ എന്തൊരു കത്തിര. ഇതാരാ? ഹൈ, കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നാ മൈക്കിള് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ ഈ കാണുന്ന ടാങ്ക് മൊത്തം ഇളക്കി വിട്ടോണ്ടിരിക്കട്ടോ. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഈ കാണുന്ന ഇവിടെ ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. പപ്പ ടാപ്പ് തുറക്കല്ലേ, ടാപ്പ് തുറന്ന് അതിനകത്ത് ഡീറ്റെയിൽ മൊത്തം. എടാ എൻ്റെ അമ്മ നോട്ടം നോക്കിയേ. ആരാടാ വിളിക്കുന്നത് എന്നെ? അപ്പാപ്പിയാണോ വിളിക്കുന്നേ? കൈസിലിപ്പിനോടൊന്ന് മേലിൽ നിന്ന് വിളിക്കുന്ന കേട്ടോ. പണങ്ങി എനിക്ക് വേണ്ടിയേ വെള്ളം പിടിച്ചു വെച്ച പോലും എല്ലാം ചെളി വെള്ളം. എവിടെയൊക്കെ പിടിച്ചേ? അംഗം കേസാട്ടോ. ചെളി വെള്ളം ചില സ്ഥലങ്ങളിൽ നിന്നിട്ടില്ല ഉണ്ണി. മൈക്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. എന്നെ കാണിക്കുന്നത് മൈക്കിളിന് ഏറ്റവും ഇഷ്ടം ആരെയാ? ബീഗുവിനെ. മൈക്കിളിന് ഏറ്റവും ഇഷ്ടം ആളാട്ടോ ബീഗുവിന് അടുത്ത ദിവസം ഗ്രൂമിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം. അവൻ്റെ കൈനാക്കൊക്കെ വളർന്നു നോക്കിയാൽ കുസ്തി നോക്കി അവിടെ കിടന്ന്. അത് ഇവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ. ആ പൂച്ചനെ കണ്ടുള്ള കുസ്തിയെ കാണിക്കുന്നത് മൊത്തം. ഓ ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. ലിവിന്റെ പനിയും സംഭവമൊക്കെ റെഡി ആകട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകാൻ വേണ്ടി ഇവിടെ തന്നെ മൺസൂൺ ട്രിപ്പുകൾ. ഓക്കെ ഗൈസ് നോക്കൂ. അപ്പം അടുത്ത ദിവസം ഞാൻ നാളത്തെ വീഡിയോയിൽ ഞങ്ങളുടെ അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പറയാം. ഗൈസ് നോക്കൂ, നമ്മൾ യാത്ര നിർത്തി വന്നതല്ല, നമ്മൾ അടുത്ത വിസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. മെയിൻ സംഭവം റഷ്യൻ വിസയാണ്. റഷ്യൻ സ്റ്റാമ്പ് വിസ നമുക്ക് മസ്റ്റാണ്. അവിടെ നമുക്ക് ഈ വിസ കിട്ടും. പക്ഷേ അതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും പോകാനൊന്നും കാര്യങ്ങളൊന്നും പറ്റൂല. ഓ ഗൈസ് നോക്കൂ, അപ്പം ഇത്ര കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ് ഇത് എവിടുന്നാ